അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട്ടിലെ ആ വലിയ മുറ്റത്ത് അതാ സന്ധ്യ മയങ്ങുമ്പോൾ ആ വീട്ടിൽ ഒരു വിചിത്രമായ ശാന്തതയുണ്ടായിരുന്നു. പക്ഷേ ആ ശാന്തതയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു കൊടുങ്കാറ്റായിരുന്നു. സത്താറിൻ്റെ ഭാര്യ സെലി, അത് അവളുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. കരഞ്ഞു കരഞ്ഞു വറ്റിപ്പോയ കണ്ണുനീർ വീണ്ടും നിറയാൻ തയ്യാറായി നിൽക്കുന്നു. എൻ്റെ ഭർത്താവിനെ ഇന്ന് പോലീസ് കൊണ്ടുപോകും. അവൾക്ക് മനസ്സിൽ മാത്രം പറയുവാൻ കഴിഞ്ഞു. നിശബ്ദമായി പറയാൻ പോലും ശക്തിയില്ല. റബ്ബേ, എൻ്റെ ഭർത്താവിനൊന്ന് കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് ആരാ റബ്ബേ? ഞാനെന്നും ഇവരെ ആശ്രയിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയായിരിക്കുമല്ലോ. 3 പിഞ്ചുമക്കൾ, അവർക്കൊന്നും അറിയില്ല. പുത്തൻ വീട്ടുകാരുടെ സ്നേഹം അവരുടെ ചുറ്റും ഒരു കവചം പോലെ നിന്നിരുന്നു. ഉമ്മ നോക്കി, കളിപ്പാട്ടം. അതെ, മക്കൾ സന്തോഷത്തോടെ ഓടി വന്നു. സെലി അവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ചിരി കണ്ണീരായി മാറി. ഉപ്പച്ചി ഇവിടെ? ഉമ്മച്ചി, ഞങ്ങൾക്ക് ഷാമോനിക്കാക്ക വാങ്ങി തന്നാണ് ഇതൊക്കെ. അല്ലാഹുവേ, ഇവർക്കൊന്നും ദുഃഖം കൊടുക്കല്ലേ അല്ലാ. പഠിച്ചോനെ, എൻ്റെ മക്കളെ നീ സംരക്ഷിച്ചവർക്ക് നീ കരുണ വർഷിക്കല്ല. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. പുത്തൻ വീട്ടിലെ ആളുകൾക്ക് ഒത്തിരി സ്നേഹമാണ്. അവർ ആ പൊന്നുമക്കളെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്തു. അവരെ സന്തോഷിപ്പിച്ചു. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ സെലിക്ക് തോന്നും, റബ്ബേ, എൻ്റെ മക്കളെ എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ നോക്കുന്നത്. അള്ളാഹുവെ, അവർക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. എന്നാൽ ഈ സമയം സത്താറിൻ്റെ വീടിൻ്റെ ഒരു കോണിൽ സത്താർ നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രം, ഇനി ഞാൻ തിരിച്ചു വരുമോ? എങ്ങനെ? അവൻ പതുക്കെ എഴുന്നേറ്റ് ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. എടീ, അവൻ വിളിച്ചു. ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അതെ, സെലി തിരിഞ്ഞു നോക്കി. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം എന്നോട്. അവൾ കരഞ്ഞു. അങ്ങനെ പറയണ്ട. അത് നീ ഒന്ന് കേൾക്കണം. ഞാൻ പോവാണ്. പക്ഷേ ഇനിയൊരു പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വന്നു എന്ന് വരില്ല. മക്കളെ, നമ്മുടെ മക്കളുടെ കാര്യം നോക്കണം. എനിക്ക് അവർ ശരിക്കും നോക്കുവാനോ ശ്രദ്ധിക്കുവാനോ അവരെക്കുറിച്ച് ചിന്തിക്കുവാനോ കഴിഞ്ഞില്ല. അത്രക്കും ക്രൂരനായിരുന്നു ഞാൻ എൻ്റെ സുഖം തേടി നടന്നു. അതുകൊണ്ട് എനിക്ക് പഠിച്ചവന് ഈ ഒരു ഗതി വരുത്തിയത്. അതിനെന്തേ നിയമം, കോടതി നിയമമൊന്നും ആയിട്ടില്ലല്ലോ. അവർ പോലീസുമാരല്ലേ. പക്ഷെ പറഞ്ഞത് കാര്യമില്ലടി. അതൊക്കെ അവർ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും അവരുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും അതിൻ്റെ ശരി. സത്താറിന് നല്ല ഭയമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെയൊക്കെ ശിക്ഷ എനിക്ക് ഒന്നായിട്ട് ലഭിക്കുകയായിരിക്കും എന്ന് അവന് തോന്നിപ്പോവുകയാണ്. എടി, ഞാനൊരു പക്ഷെ തിരിച്ചു വന്നില്ലെങ്കിൽ മക്കളെ കാര്യത്തിൽ നീ ഒരിക്കലും ബുദ്ധിമുട്ടരുത് കേട്ടോ. എന്തൊക്കെ തന്നെയാലും പുത്തൻ വീട് തറവാട് അവിടെ ഉള്ളിടത്തോളം കാലം നിനക്കുള്ള സഹായങ്ങൾ അവർ നൽകിയിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ചെല്ലാം ചിന്ത വരുന്നത്. ആദ്യമൊക്കെ എനിക്ക് അവരെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ പുച്ഛമായിരുന്നു. എന്ത് ചെയ്യാൻ? ഇപ്പോഴാണ് അവരുടെ യഥാർത്ഥ മുഖം ഞാൻ മനസ്സിലാക്കിയത്. താങ്ങുന്നവർക്ക് തണലാകുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഉപകാരമുണ്ടാകുന്ന ആളുകളാണ് പുത്തൻ വീട് തറവാട്ടുകാർ. അത് അവരവരുടെ എന്തൊക്കെ സന്തോഷങ്ങൾ മാറ്റിവെച്ചിട്ടാണെങ്കിലും വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഓടിയെത്തും. പ്രത്യേകിച്ച് ആ ഒരു ഷമ്മാസ്. അതുകൊണ്ട് ഒന്നുകൊണ്ട് നീ ഭയക്കണ്ട. എന്നാൽ അതാ വീണ്ടും അവൾ വിളിക്കുന്നു. എടീ. അവൻ്റെ ശബ്ദം വിറച്ചു. അതെ, അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്താണെന്ന്. എനിക്ക് നീ ക്ഷമിച്ചു തരണം, എന്നോട് ക്ഷമിക്കണം. അവൾ കരഞ്ഞു. അങ്ങനെ പറയണ്ടിക്കാ. ഇല്ല, ഒരുപക്ഷെ എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിന്നെയും മക്കളെയും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതെനിക്ക് വല്ലാത്തൊരു സങ്കടമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെയൊന്നുമല്ല. എന്താ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്? പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇക്കാക്ക് വേണ്ടിയിട്ട്. ഒന്നും ഉണ്ടാവില്ല. സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു നിമിഷം അവൻ വിചാരിച്ചു പോവുകയാണ്, റബ്ബേ, ഇത്രയധികം സ്നേഹമുള്ള ഈ പെണ്ണിനെ വിട്ടിട്ടാണല്ലോ ഞാൻ ഓരോ തെറ്റുകളിലേക്ക് പോകുന്നത് എന്ന്. ഒരു പക്ഷേ തിരിച്ച് വരില്ല എങ്കിൽ. എന്നാൽ ആ വാക്ക് കേൾക്കുമ്പോൾ അതെ, അവളുടെ ഹൃദയം പിടഞ്ഞു പോവുകയായിരുന്നു.
പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇല്ലാത്ത കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർ എൻ്റെ മേലിടും. എന്ത് കേസ് കൊടുക്കും എന്നൊന്നും അറിയുന്നില്ല എനിക്ക്. എന്തോ കാര്യമായിട്ട് കൊടുക്കുക തന്നെയാണ്. പോസ്കോ അവർ ഇടാൻ സാധ്യതയുണ്ട്. ഇക്ക, നിങ്ങൾ എന്തേ പറയുന്നത്? അതെടി, അത് ഇല്ലാത്തത് ഉണ്ടാക്കി പറയാൻ ആരും വേണ്ടല്ലോ. അവർ ഓരോരുത്തർക്ക് തോന്നിപ്പോയാൽ പോരെ. എല്ലാം സഹിക്കന്നെ, അല്ലാതെ എന്ത് ചെയ്യാം? ഇക്ക, സത്യം പറയണം, നിങ്ങൾ എന്തൊക്കെ തെറ്റിലാണ് ചെന്ന് ചാടിയിട്ടുള്ളത്? അങ്ങനെയല്ല. ഒരുപക്ഷെ അവർ എന്താ ചെയ്യുക, ചതി പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും അതാ സത്താറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം തോന്നി. എന്നാൽ അതാ ഭാര്യയ്ക്കും മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തോന്നുകയാണ്. റബ്ബേ, എൻ്റെ ഭർത്താവ് 3 മക്കളെ കുറിച്ച് ഓർത്തില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം അങ്ങ് നോക്കി നടന്നു. ഇപ്പം കണ്ടില്ലേ, ആകെ പെട്ട അവസ്ഥയിലാണല്ലോ. പെണ്ണെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ചീത്ത പറഞ്ഞു, നിന്നെ കരയിപ്പിച്ചു. അതിന് ശിക്ഷയാണ് എനിക്ക് കിട്ടുന്നത്. സത്താറിൻ്റെ ഭാര്യ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സാരില്ല, നീ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ എൻ്റെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും. സാരമില്ല, നിങ്ങൾ പോയിക്കോളി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യാത്ര അയക്കുകയാണ് അവൾ. എന്നാൽ പെട്ടെന്ന് അതാ വാതിലിൽ ശക്തമായ ഒരു മുട്ട് കേൾക്കുന്നു. ഏയ്, അല്ലാ റബ്ബേ, ഇക്ക വേഗം പോയിക്കോളി. സത്താർ ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അത് സത്താറിൻ്റെ ഭാര്യ വാതിൽ തുറന്നു. എവിടെടി നിൻ്റെ ഭർത്താവ്? എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഇങ്ങോട്ട് വരാൻ പറയടി. എന്താ ഇപ്പോഴും തീർന്നില്ലേ രണ്ടിൻ്റെയും ഒന്നും? അത് അദ്ദേഹം ഇറങ്ങാൻ നിൽക്കരുത്. എവിടേക്ക് ഇറങ്ങാൻ നിൽക്കുക? അതെ, വാക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് പാലിക്കാൻ എങ്ങനെ കഴിയണ്? അത്രക്കും ക്രൂര കൃത്യങ്ങളല്ലേ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം. നാണമില്ലല്ലോ കൂട്ടു നിൽക്കാൻ നീയും അല്ലേ? എന്നാൽ പോലീസ് അവളോട് അത്രക്കും മോശമായി സംസാരിച്ചത്. എന്നാൽ സത്താർ അത് കേട്ടുകൊണ്ട് പറഞ്ഞു, സാറേ, വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്താ, എൻ്റെ ഭാര്യയെ തൊട്ട് കളിക്കാനോ സംസാരിക്കാനോ? അത് സത്താർ സമ്മതിക്കില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിന് ഞാൻ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ ഭാര്യയോട് വേണ്ടതിനും പറയല്ല സാറേ. എൻ്റെ കൈകൾ ധരിക്കുന്നുണ്ട്. അവൾ പരിശുദ്ധയായ പെണ്ണാണ്. പരിശുദ്ധ നിൻ്റെ കൂടെയല്ല ജീവിക്കുന്നത്. എല്ലായിടത്തും കയറി നിരങ്ങി ലാസ്റ്റ് നിൻ്റെ അടുത്ത്, നീ അവളുടെ അടുത്തും കൂടി വരുമ്പോൾ ഒക്കെ കണക്കായി. ഒറ്റ നിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത സാധനങ്ങൾ. രണ്ടാളുടെയും പ്ലാനിങ് ആയിരിക്കും അല്ലേ ഇതൊക്കെ? എന്നാൽ ശരിക്കും അവന് ദേഷ്യം ഇരച്ച് കയറുകയായിരുന്നു. സാറേ, വേണ്ടാത്തത് പറയരുത്. എൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടോ എന്ന് പറഞ്ഞ് അവനെ അതാ 3-4 പോലീസുകാർ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അല്ലോ, എൻ്റെ ഇക്കാനെ അങ്ങനെയൊന്നും ഉപദ്രവിക്കില്ലേ. ശരിക്കും അതാ അവൾ കരഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ, എന്താടി നിൻ്റെ ഭർത്താവ് കാട്ടിക്കൂട്ടിയ ചിത്രങ്ങൾ നിനക്കറിയില്ലേ അല്ലേ? അത്രക്കും ഇതിനൊക്കെ കൂട്ടുനിന്നത് നീയാണോടി എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസ് മീശ പിരിച്ചുകൊണ്ട് അതാ അവളുടെ നേരേക്ക് എത്തുന്നു. എന്നാൽ സത്താർ അവൻ ദേഷ്യം പിടിക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ കയ്യിൽ ചങ്ങല നല്ലോണം ഇടടോ. അവൻ വച്ചത് പോരാഞ്ഞിട്ട് അവൻ്റെ ദേഷ്യം കണ്ടില്ലേ? എടി പൊന്നും പിള്ളേ, പിന്നെ ഇവനെ അങ്ങകത്തായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിച്ചേക്കണേ, നമ്പർ ഇതാ എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് ഒരു കാർഡ് എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊടുത്തു. എന്നാൽ സത്താർ കീറി എറിയടി ആ നമ്പർ. അവൻ്റെ ഒരു നമ്പർ എന്ന് പറഞ്ഞു ശരിക്കും അവനെ കലയിളകുകയാണ് എന്ന് തന്നെ പറയാം. എന്താടാ, നിന്നോട് സ്റ്റേഷനിലെ സമയത്ത് വരാൻ പറഞ്ഞില്ലേ? അയാളുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഞാൻ ഇറങ്ങാൻ നിൽക്കുന്നതായിരുന്നു. എന്താടാ, നല്ല ചരക്ക് ഭാര്യയാണല്ലോ, ഓള കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലേ നിനക്ക്? ഒരു പോലീസ് നന്നായിട്ട് പരിഹസിക്കുകയാണ്. നിൻ്റെ ഭാര്യ വലിയ സുന്ദരിയാണല്ലോ. ആ വാക്ക് കേട്ടപ്പോൾ സത്താറിൻ്റെ കണ്ണുകൾ ചുവന്നു. സാറേ, അവൻ അതാ
ആമം വെച്ച കൈകൾ ഉയർത്തുവാൻ ശ്രമിക്കുന്നു. ആഹാ, കൈ ഉയർത്തുന്നോ? ഒന്നുകൂടി കൂട്ടിക്കെട്ടട ചങ്ങല കൊണ്ട് എന്ന് പറഞ്ഞു അവൻ്റെ കൈ ശക്തമായി പിടിച്ചു. ചങ്ങല കൊണ്ട് കെട്ടി. എന്താ ഇനി സംസാരിക്കണോ? കൈ ചൂണ്ടി. എന്നാൽ അവന് അത്രയധികം ക്രൂരമായിട്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. എൻ്റെ ഭർത്താവിനെ വിടൂ പ്ലീസ്. അവൾ ഓടി വന്നു. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ദയവായി എൻ്റെ ഭർത്താവിനെ ഇനി ഉപദ്രവിക്കല്ലേ, എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതെ, അവരുടെ കയ്യിൽ കരുതിയിരുന്ന ആ ഒരു ചാട്ടവാറ് കൊണ്ട് നല്ല രീതിയിൽ അത് അവന് കിട്ടുന്നുണ്ട്. സാറേ, ദയവായി എൻ്റെ ഭർത്താവിനെ വെറുതെ വിടൂ. എന്നാൽ പോലീസുകാർ തള്ളി പറഞ്ഞു. അങ്ങോട്ട് മാറടി എന്ന് പറഞ്ഞ് ഒരാളുടെ ബൂട്ട് അത് അവളുടെ നേരേക്ക്. എന്നാൽ അവൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു, അങ്ങോട്ട് പോ പെണ്ണെ, അവരുടെ ഇടയിൽ നിന്ന്. എടാ, എൻ്റെ വായം കൂടി അടച്ചു കെട്ട, അതായിരിക്കും നല്ലത്. എന്നാൽ തൊട്ടടുത്തുള്ള ആ ഒരു പോലീസുകാരൻ അതാ ഒരു നിമിഷം അവൻ്റെ വായ പ്ലാസ്റ്റർ ഇടുവാൻ വേണ്ടി പോകുമ്പോൾ അവൻ വിളിച്ച് പറഞ്ഞു, സാറേ, നിയമം വിട്ട് നിങ്ങൾ കളിക്കരുത്, ഇതിനൊക്കെ പകരം ചോദിക്കും. എന്നാൽ ഇക്ക, എന്നെ വിട്ട് പോവല്ലേ, എന്നെ വിട്ട് പോവല്ലേ ഇക്ക. അവളും അതെ പതുക്കെ അതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരുന്നു. ഇക്ക. കണ്ണീർ പോലെ മഴ വന്നു. അതെ സാറേ, ഇവളെ കൈകളെ ഈ ജീപ്പിൻ്റെ ഡോറിൽ കെട്ടിയിട്ട് വലിക്കണം, അതാ വേണ്ടത്. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതെ, സ്റ്റാർട്ട് ചെയ്ത ശബ്ദം പതുക്കെ അത് മുന്നോട്ടെടുക്കുന്നു. അവൾ ആ ജീപ്പിൻ്റെ ആ ഒരു ഡോർ ഭാഗം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്നുകൂടി കാണുവാൻ വേണ്ടിയിട്ട് അവൾ അത് പിടിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ജീപ്പ് മുന്നോട്ടെടുത്തു. അവൾ അത് ആഞ്ഞിടിച്ച് നിലത്ത് വീണു. ശരിക്കും സത്താറിൻ്റെ കണ്ണുകൾ അത് ജീപ്പിനുള്ളിൽ കൈകൾ ചെങ്ങലകൾക്കിടയിൽ അവൻ പിന്നിലേക്ക് നോക്കി. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നിലത്ത്. പഠിച്ചോനെ, അല്ലാ, അവളുടെ മുഖത്താകെ മണ്ണ് പറ്റിയിരിക്കുന്നു. റബ്ബേ, രക്തം വാർന്നൊലിക്കുന്നുണ്ടോ? സാറേ, എൻ്റെ ഭാര്യ. ആരാ അവളോട് ഇവിടെ പിടിക്കാൻ പറഞ്ഞത്? അതൊന്നും എന്താ അറിയില്ലേ? സാറേ, എൻ്റെ ഭാര്യ, അവള്. എന്നാൽ ആ കാഴ്ച അവൻ്റെ ഹൃദയം നീറിയെടുത്തു. നീ ചില്ലറക്കാരനല്ല, നീ മോശമല്ല ആള്. സാറേ, എൻ്റെ ഭാര്യ, അവളവിടെ കിടന്ന് എഴുന്നേറ്റ് പോകും. ഇനിയിപ്പോൾ എണീപ്പിക്കാൻ ഞാൻ ഇറങ്ങണമെങ്കിൽ ഇറങ്ങുകയും ചെയ്യാം. എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടുന്നുണ്ടായത്. റബ്ബേ, എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ചായ, ആ ഒരു കറി, അല്ലാ, എല്ലാം കൂടി ആലോചിക്കുമ്പോഴേ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അല്ലാ. അതെ, ദൂരെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആ റോഡിൽ കിടക്കുന്ന ആ രംഗം ശരിക്കും അവൻ്റെ ഹൃദയം കീറിയെടുത്തു. റബ്ബേ, എന്തൊരു പരീക്ഷണം! എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അവളൊരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പെണ്ണാണ്. ഒരാളോടും ഒരു കറുത്ത വാക്കും പറയാത്ത. ഞാൻ എത്രയൊക്കെ തന്നെ അവൾ ഉപദ്രവിച്ചാലും എന്നെ അവൾ നെഞ്ചോട് ചേർക്കും. അവൾ എന്നെ സ്നേഹിക്കും ഒരുപാട്. പാവൻ്റെ പെണ്ണ്. ശരിക്കും സത്താറിനാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വില മനസ്സിലായത്. അതെ, എല്ലാവരുടെയും അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് വേണ്ടി കരയുകയാണ്. അല്ലാ, റബ്ബേ, നീ കാക്കല്ല. സത്താറ് ചെയ്ത് കൂട്ടിയ തെറ്റുകുറ്റങ്ങളുടെ എല്ലാം ശിക്ഷ ഒന്നായിട്ട് എനിക്ക് അള്ളാഹു നൽകുകയാണെന്ന് അവൻ ഓർത്തു പോവുകയാണ്. ജീപ്പ് കുതിച്ച് പാഞ്ഞുകൊണ്ടിരുന്നു. പിന്നിൽ പൊങ്ങുന്ന പൊടി പോലെ സത്താറിൻ്റെ ജീവിതവും അകലുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എഴുന്നേറ്റോ ഇല്ലയോ? മക്കളേതായാലും പുത്തൻവീട് തറവാട്ടിലാണ്. അവരുടെ കാര്യത്തിൽ സമാധാനമുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ, റബ്ബേ, അവൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? അറിയുന്നില്ല. ജീപ്പിനുള്ളിലെ ആ ഒരു ഇരുട്ട്, ജീപ്പിൻ്റെ അകത്ത് ഒരു തണുത്ത ഭയമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. കൈകാലുകൾ ഇരുമ്പ് ചെങ്ങലയിലിട്ട് കെട്ടി നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മനസ്സിലായോ എന്താണ് നിയമം എന്താണെന്ന്? സത്താർ ഒന്നും പറഞ്ഞില്ല. അവൻ്റെ ചെവിയിൽ കേട്ടത് അതുമാത്രം, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കരച്ചിൽ. അതേ, പൊന്നുപ്പ എന്ന് വിളിച്ചുകൊണ്ടുള്ള മക്കളുടെ ആ വിളി, ഉപ്പ എന്നുള്ള ആ ചെറുശബ്ദം. അവൻ കണ്ണുകൾ അടച്ചു. യാ അല്ലാ, ഒരു നിശബ്ദമായ ഒരു പ്രാർത്ഥനയിലേക്ക് അവൻ കടന്നു. അതെ സത്താർ, സ്റ്റേഷനിലെത്തിയ നിനക്ക് എല്ലാം മനസ്സിലാകും. മറ്റൊരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിൻ്റെ കേസ് ചെറുതല്ല മോനെ, നീ ഇവിടെ നിന്ന് എളുപ്പം പുറത്തു പോകുന്നില്ല. ആ വാക്കുകൾ ചെങ്ങലയേക്കാൾ ശക്തമായി അവനെ ബന്ധിച്ചു. അല്ലെങ്കിലും വീട്ടിലേക്ക് കയറി വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നു മക്കൾ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും ഞാൻ അവരെ മൈൻഡ് ചെയ്യാറ് പോലുമില്ല.
എടാ, സ്റ്റേഷനിലെത്തിയാൽ നിനക്കെല്ലാം മനസ്സിലാവും കേട്ടോ. നിന്റെ കേസ് ചെറുതല്ല മോനെ, നീ ഇവിടെ നിന്ന് എളുപ്പമൊന്നും പുറത്തു പോകില്ല. ജീപ്പിൻ്റെ ശബ്ദത്തിനിടയിൽ ഭാര്യയുടെ മുഖം, മക്കളുടെ ചിരി, വീട്ടിലെ ആ ഒരു ചുറ്റുപാട്, അല്ലാ, എല്ലാം ഓർമ്മകളിലേക്ക് വരികയാണ്. ഞാൻ തെറ്റ് ചെയ്തു റബ്ബേ, ഇതൊരു പരീക്ഷണമാണോ? എൻ്റെ കുടുംബം ഇനി എന്ത് ചെയ്യും? അവൻ തല ഉയർത്തി, കണ്ണുകൾ പതുക്കെ വീണു. പഠിച്ചവനെ, അല്ലാ. ഒരു പോലീസ് അടുത്ത് വന്നു. ജീപ്പിൽ നിന്ന് ഇറക്കി തള്ളിക്കൊണ്ട് അവനെ കൊണ്ടുപോകുന്നു. നീ സത്യം പറഞ്ഞാൽ നിനക്ക് നന്നായിരിക്കും. സത്താർ അവനെ ദയനീയമായി നോക്കി. ഞാൻ സാറേ, ഒന്നും ചെയ്തിട്ടില്ല. അതെ, ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഞങ്ങളുടെ ഡ്യൂട്ടി, മനസ്സിലായാലും അത് ചോദിക്കലല്ല. എന്നാൽ അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു. റബ്ബേ, അല്ല, എൻ്റെ ഭാര്യയെ സംരക്ഷിക്കണേ അല്ല. സത്താർ ഹൃദയമൊരുകി പ്രാർത്ഥിച്ചു. അത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഇത്രയധികം സങ്കടത്തോടെ അവൻ ദുആ ചെയ്തിട്ടേ ഇല്ല. യാ റബ്ബേ, മാപ്പ് റബ്ബേ, എൻ്റെ ഭാര്യയെ സംരക്ഷിക്കണേ അല്ല. ആരുമില്ലാത്തവളാണ് അല്ല. ആ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കാതിരിക്കുമോ? അത്രക്കും കണ്ണീരോടെയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. ഒരു നിമിഷം അവരോർത്തു, റബ്ബേ, എപ്പോഴും പറയും എന്നോട് അള്ളാഹു ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ, ഞങ്ങൾക്ക് വേറെ ആളും വേണ്ടല്ലോ, പഠിച്ച റബ്ബുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഞാൻ അവളെ കളിയാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, അവളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വേണ്ടി പാവം അവൾ കഷ്ടപ്പെടുകയാണ് അല്ലാ. എന്നാൽ സത്താറിനെ പിടിച്ചു വലിച്ച് ജീപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് പറഞ്ഞു, അതെ, ഇതാണ് നിൻ്റെ പുതിയ ജീവിതം, മനസ്സിലായല്ലോ. സത്താറിൻ്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അല്ലാ. കൈകൾ ഇരുമ്പ് ചെങ്ങലയിൽ കെട്ടിയിട്ട് അവൻ്റെ കൈകൾ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അതെ, അവരുടെ നേരെ വിരൽ ചൂണ്ടിയത് കൊണ്ടതാണ് അവർക്ക് കൂടുതൽ ശിക്ഷ ലഭിച്ചത്. ചെങ്ങലയുടെ തണുപ്പ് അവൻ്റെ കൈകളെ വേദനിപ്പിച്ചെങ്കിലും അതിനേക്കാൾ തണുപ്പ് അവൻ്റെ ഹൃദയത്തിനുള്ളിലായിരുന്നു. ലൈറ്റിൻ്റെ മങ്ങിയ പ്രകാശത്തിൽ പോലീസുകാരുടെ മുഖങ്ങൾ കഠിനമായിട്ട് തോന്നി. ഇപ്പോൾ മനസ്സിലായല്ലോ നിയമം കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അതെ, ഇതെല്ലാം അതിനപ്പുറം നീ അനുഭവിക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. മുന്നിലിരുന്ന ഒരാൾ വീണ്ടും പറഞ്ഞപ്പോൾ സത്താർ മറുപടി പറഞ്ഞില്ല. അവൻ്റെ ചെവിയിൽ കേട്ടത് മറ്റൊരു ശബ്ദം മാത്രമായിരുന്നു. അത് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഉപ്പ എന്ന് വിളിച്ച് കരയുന്ന ശബ്ദം. അതുമാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നിലത്ത് വീണ് കരയുന്നത്. അല്ലാ റബ്ബേ, എല്ലാം വീണ്ടും വീണ്ടും അവൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉപ്പ എന്ന് പറഞ്ഞ് കരയുമ്പോൾ എന്തെന്നറിയില്ല, മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. നല്ല സമയത്ത് എനിക്ക് അവർക്ക് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ജീപ്പ് ഒരു ഗട്ടറിൽ വീണപ്പോൾ അതാ അവൻ്റെ സത്താറിൻ്റെ ശരീരം മുന്നോട്ട് കുതിച്ചു. ചെങ്ങല കുരുങ്ങി കയ്യിൽ വല്ലാതെ വേദന പടർന്നു. നേരെ ഇരിക്കടാ, ഒരു പോലീസുകാരൻ കർശനമായി പറഞ്ഞു. അവൻ വീണ്ടും ഒരു കോണിലേക്ക് ഒതുങ്ങി. അവൻ്റെ മനസ്സിൽ ചിന്തകൾ തമ്മിൽ ഏറ്റുമുട്ടി. ഞാൻ ചെയ്ത തെറ്റുകൾക്കാണോ ഇത്? ഇതൊരു പരീക്ഷണമാണോ? എൻ്റെ പെണ്ണെ, നീ എന്ത് ചെയ്യും ഇനി? അവൻ തല താഴ്ത്തി. കണ്ണുനീർ പതുക്കെ വീണു. ആരും കാണാതെ ഒരു പോലീസുകാരൻ അടുത്തേക്ക് ചെരിഞ്ഞു. സ്റ്റേഷനിലെത്തിയാൽ എല്ലാം തുറന്നു പറയുമല്ലോ അല്ലേ? സത്താർ പതുക്കെ തല ഉയർത്തി. ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. അവൻ്റെ ശബ്ദം ദുർബലമായിരുന്നു, പക്ഷേ സത്യമായിരുന്നു. അതെവിടെ പറയ്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിനേക്കാൾ വലിയ കളവ് വേറെന്തെങ്കിലും ഉണ്ടോ? തെളിവുകളടക്കം അവിടെയുണ്ട് മോനെ, നീ ഒന്നും വിചാരിക്കേണ്ട. അല്ല, രാത്രിയിലെ ഇരുട്ട് കൂടുതലായി നിറഞ്ഞുകൊണ്ടിരുന്നു. വെളിച്ചങ്ങൾ കടന്നുപോയി. ഓരോ വെളിച്ചവും സത്താറിൻ്റെ കണ്ണിൽ പതിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓർമ്മയായി മാറി. അതെ, ആദ്യത്തെ വിവാഹ ദിവസം, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ മനോഹരമായ മുഖം, അതെ, മക്കളുടെ ജനനം, എല്ലാം മനസ്സിൽ ഒരുപോലെ തെളിഞ്ഞു. പക്ഷേ ഞാൻ അതിനിടയിൽ ചെയ്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ എൻ്റെ ഭാര്യയെ ഒരുപാട് തകർത്തി കളഞ്ഞു. പാവം റബ്ബേ, ക്ഷമിക്കാനും സഹിക്കാനും പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ്. യാ റബ്ബേ, അവൻ നിശബ്ദമായി പ്രാർത്ഥിച്ചു. എൻ്റെ കുടുംബത്തെ നീ കാത്തുരക്ഷിക്കല്ല. ആ പ്രാർത്ഥന അത് സ്വീകരിക്കും എന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ഒരു വലിയ കെട്ടിടം മുന്നിൽ തെളിഞ്ഞു. ഇങ്ങോട്ട് കയറ്റിക്കോ, ഒരു പോലീസുകാരൻ പറഞ്ഞു. സത്താറിൻ്റെ ഹൃദയം ശക്തമായി ഇടിച്ചു.
ജീപ്പ് നിർത്തി വാതിൽ തുറന്നു. ഇറങ്ങ്. അവനെ ശക്തിയായി വലിച്ചിറക്കി. കാലുകൾ തളർന്നു, ശരീരം തളർന്നു. പക്ഷേ അവൻ നിലത്ത് വീഴാതെ നിൽക്കുന്നു. സ്റ്റേഷന്റെ അകത്ത് കിടന്നപ്പോൾ ഒരു തണുത്ത വായു അവനെ തട്ടി. ഭയം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അത്. മതിലുകൾ പോലും കഥ പറയുന്ന പോലെ. ഇവിടെ വാ. അവനെ വലിച്ചു കൊണ്ടുപോയി ഒരു വലിയ ഇരുമ്പ് വാതിലിൻ്റെ മുന്നിൽ നിർത്തി. സത്താർ ഒന്ന് പിന്നോട്ട് നോക്കി. പുറത്തൊരു ചെറിയ ആകാശം മാത്രം കാണാമായിരുന്നു. അവർ മനസ്സിൽ പറഞ്ഞു, ഇനി ഇതാണ് നിന്റെ ലോകം. വാതിൽ തുറന്ന് അവനെ അകത്തേക്കങ്ങ് തള്ളിയിട്ട് അവിടെ കിടക്കട. അവൻ നിലത്തേക്ക് വീണു. അതെ, അവൻ്റെ തല ആ ചുവരിൽ ശക്തമായി ഒന്ന് മുട്ടി. ആ ശബ്ദം അവൻ്റെ ഹൃദയത്തിൽ മുഴുങ്ങി. അത് ലോക്കപ്പിൻ്റെ അകത്തിരുട്ട്, നിശബ്ദത, ഒറ്റപ്പെടൽ. സത്താർ പതുക്കെ എഴുന്നേറ്റ് മതിലിനോട് ചേർന്നിരുന്നു. കൈകൾ ഇപ്പോഴും വേദനിക്കുന്നു, ഹൃദയം അതിലും കൂടുതൽ. എൻ്റെ പെണ്ണെ, അവൻ നിസ്സാരമായി വളരെയധികം സങ്കടത്തോടു കൂടി പറഞ്ഞു. മക്കളെ. അവൻ്റെ ശബ്ദം തകർന്നു. കണ്ണുനീരൊഴുകി. അത് തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും ഭാര്യയെയും ശരിക്കു നോക്കാതെ എല്ലാം അങ്ങ് നശിപ്പിച്ചുകൊണ്ട്. റബ്ബേ, എനിക്കുള്ള ശിക്ഷ തന്നെയായിരിക്കും ഇത്. അവൻ്റെ കണ്ണുനീർ ഒഴുകി. അവൻ തലയുയർത്തി മുകളിലേക്ക് നോക്കി. യാ അല്ലാ, രക്ഷിക്കണേ. ആ രാത്രി ഒരു മനുഷ്യൻ ചെങ്ങലയിൽ മാത്രമല്ല, ഭയത്തിലും വേദനയിലും അനീതിയിലും അതെ പൂട്ടപ്പെട്ടു. കാരണം ഒരിക്കൽ പോലും അവനെ ചെങ്ങലക്കിട്ട് ജയിലിടേണ്ട ആവശ്യമില്ല. അതിനു മാത്രം വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല. എന്നാൽ ലോക്കപ്പിലേക്ക് അതാ ഒരു തടിയൻ പോലീസുകാരൻ കയറി വരുന്നു. അതാ ആ ഇരുമ്പ് വാതിൽ തുറന്നു. പോലീസുകാരൻ അകത്ത് കിടന്നു. അവൻ്റെ മുഖത്ത് ഒരു കഠിനത, കണ്ണുകളിൽ ഒരു തണുത്ത നോക്ക്. സത്താർ പതുക്കെ എഴുന്നേറ്റു. സാറേ. അവൻ്റെ ശബ്ദം വിറച്ചു. എന്തതിൻ്റെ പേര്? സത്താർ. സത്യം പറയോ? ഇല്ലേ? സത്താർ തന്നെയാണോ അതോ വ്യാജ പേരാണോ? സത്താറിനൊന്നും മനസ്സിലായില്ല. സാറേ, എന്ത് കാര്യത്തിനാണ് നിങ്ങൾ എന്നെ ഇവിടെ? മിണ്ടിപ്പോകരുത്. പോലീസുകാരൻ പതുക്കെ അടുത്തേക്ക് നടന്നു. അവൻ്റെ ആ ചവിട്ടു ശബ്ദം ലോക്കപ്പിനുള്ളിൽ മുഴങ്ങി. സത്താറിൻ്റെ ഹൃദയം കുത്തനെ ഇടിച്ചു. ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവൻ മനസ്സിൽ വിചാരിച്ചു. പോലീസുകാരൻ അവൻ്റെ കൈ പിടിച്ചു. കൈ നീട്ട്. സത്താർ വിറച്ചുകൊണ്ട് കൈ നീട്ടി. വീണ്ടും ചെങ്ങല. ഒരു ഇരുമ്പുകെട്ട് അത് ചെങ്ങല കൊണ്ടിട്ട് കൊടുക്കുകയാണ്. അവൻ്റെ കൈകൾ വീണ്ടും കെട്ടാൻ തുടങ്ങി. ചെങ്ങല കെട്ടുന്ന ആ ഒരു ശബ്ദം ശരിക്കും അവന് അതും ആസ്വദിക്കുമായിരുന്നു. ചങ്ങലയുടെ ആ ഒരു ശബ്ദം അത് സത്താറിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. സാറേ, ദയവായി, അവൻ പറഞ്ഞു. എന്നാൽ സത്യം അറിയാത്തവരെ ഇങ്ങനെയാണ് കെട്ടുന്നത്. സത്യം സത്യം പറയാൻ അറിയാത്ത ചില ആളുകളുണ്ട്. അവർക്കുള്ളതാണ് ഇങ്ങനെ ഈ ഒരു ഗ്രില്ല്. സത്യം പറയാത്തവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇതാ ഇവിടെ കൊടുക്കും. അപ്പം താനേ സത്യമങ്ങ് പുറത്തു വരും. എന്നാൽ അവൻക്ക് അല്പം ഭയം തോന്നി. പോലീസുകാരൻ കൂട്ടിക്കെട്ടിയ കൈകൾ അത് വളരെയധികം വേദനയുണ്ട്. വേദനയിൽ നിന്ന് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് സത്താർ കണ്ണുകൾ അടച്ചു. യാ അല്ലാ, അവൻ നിശബ്ദമായി പറഞ്ഞു. എന്നാൽ അതുകൊണ്ടൊന്നും അയാൾ നിർത്തിയില്ല. പല ചോദ്യങ്ങളും കുഴക്കുന്ന രീതിയിൽ ചോദിച്ച്. ശരിക്കും ആ ഒരു ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അവന് കലിയാണ് വന്നത്. അല്ലടാ, പിന്നെ നിന്റെ ഭാര്യയെക്കുറിച്ച് അറിയാലല്ലേ? പോലീസുകാരൻ പറഞ്ഞു. സത്താർ തലയുയർത്തി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മനസ്സിൽ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ നീ ഏതായാലും നിന്റെ പരിപാടിക്ക് നടക്കണേ. എന്നാൽ ആ പെണ്ണങ്ങ് വെറുതെ വിട്ടൂടെ? എത്ര ആളുകൾ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നീ ഒരു സമയത്ത് അവളെ ഭാവി ജീവിതം നിന്നെ വെറുതെ തകർക്കുന്നു. നിന്നെ പുറത്തിറങ്ങാൻ പറ്റുന്ന സമ്മതിക്കില്ല. അത്രയും കേസുകൾ നിൻ്റെ പേരിൽ ഇവിടെ FIR ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, ഭാര്യയ്ക്ക് പേടിക്ക് പോകണോ? ശരിക്കും അവൻ വീണ്ടും അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അങ്ങനെയുള്ള അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവൻ്റെ ഹൃദയം തകർന്നു പോവുകയായിരുന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയിൽ അവൻ്റെ ഒരു കണ്ണ് ഉണ്ട് എന്നുള്ള കാര്യം സത്താറിനും ഓർമ്മ വന്നു. സത്താർ പറഞ്ഞു, സാറേ, ഞാൻ ഇവിടെ ജയിലിലാണ്. പക്ഷേ എൻ്റെ ഭാര്യ എങ്ങാനും തൊട്ട് കളിക്കുവാനോ അല്ലെങ്കിൽ അവളുടെ അടുത്തേക്ക് പോകുവാനോ അവളെ ഉപദ്രവിക്കുവാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ ഈ ജയിൽ മാത്രമല്ല, സ്റ്റേഷൻ ഞാൻ കത്തിക്കും. അത് നിങ്ങൾ നോക്കിക്കോളി. ശരിക്കും അവൻ്റെ ആ ഒരു വാക്കുകളിൽ തീജ്വാല പടരുന്നുണ്ടായിരുന്നു.
എന്നാൽ അത് കേട്ടപ്പോൾ ആ പോലീസുകാരൻ അവനല്പം ഭയം കൊണ്ട് തന്നെ അവിടെ നിന്നിറങ്ങി. അതേ, നീ ഇതിനുള്ളിൽ വല്ലാതെ വിളയാടണ്ട, നിനക്കുള്ള ഞാൻ തരാം. എന്തായാലും അവൾ വരാതിരിക്കില്ലല്ലോ കേട്ടോ. എന്തിനാടാ വെറുതെ ഒരുത്തരുടെ ജീവൻ നശിപ്പിക്കുന്നത്? ശരിക്കും അതാ നിരാശപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവൻ്റെ ഓരോ സംസാരവും നോട്ടവും. എന്നാൽ സത്താറിനുള്ളിലായിപ്പോയി. അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ ആ മുഖം അടിച്ച് തകർത്തേനെ. അത്രയ്ക്ക് ദേഷ്യമുണ്ട് ആ പോലീസുകാരിയോടും അവനോട്. ശരിക്കും അതെ, ഒരു കളിയാക്കുന്ന രീതിയിൽ ഒരു കോമാളി വേഷത്തിലായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി എന്നുള്ള വിവരം എങ്ങനെയെങ്കിലും പറയണമല്ലോ എന്ന് കരുതി അവൾ ആ വഴിയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. റബ്ബേ, എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയുന്നില്ല. എൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരണം, എന്നിട്ട് അവിടെ ജീവിക്കണം. എന്തായാലും ഇക്ക ചെയ്തതിൻ്റെ ശിക്ഷ ഇക്കന്നെ അനുഭവിക്കട്ടെ. റബ്ബേ, നീ കാക്ക്. ഹൃദയം പൊട്ടിക്കൊണ്ട് അതാ സത്താറിൻ്റെ ഭാര്യ ദുആ ചെയ്തുകൊണ്ട് നേരെ പുത്തൻ വീട് തറവാട്ടിലേക്ക്. പെട്ടെന്നാണ് ദൂരെ നിന്നും അതാ ഒരു വാഹനം കാണുന്നത്. അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. റബ്ബേ, ആരാ? ഈ വീട്ടിലേക്കാണല്ലോ വരുന്നത്. എന്നാൽ അതാ അവരുടെ അടുത്തെത്തിയപ്പോൾ ആ ഒരു കാറ് ബ്രേക്ക് ഇടുകയായിരുന്നു. ആരായിരിക്കും അതെ സത്താറിൻ്റെ ഭാര്യയുടെ അരികിലേക്ക് വന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.